ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. 51 സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് അറിയുക. കാരണം പാപബോധം ഉളവായ ദാവീദ് പശ്ചാത്താപ വിവശനായി പാടുന്ന അതിമനോഹരമായ ഗാനമാണ് 51 സങ്കീർത്തനം. ബത്ശേബയുമായുണ്ടായ അവിഹിത വേഴ്ച, താൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ കുറവുള്ളവനായി തീർന്നപ്പോൾ നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. പാപത്തെക്കുറിച്ച് ബോധവാനായി തീർന്ന ദാവീദ് പാടുന്ന 51 സങ്കീർത്തനം അനുതാപ ഹൃദയത്തോടുകൂടെ വായിക്കുമ്പോൾ ഏത് കണ്ണുകളിലും കണ്ണുനീർ പൊഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. അക്ഷരങ്ങളിലേക്ക് ആത്മാവ് പായിച്ച് വായിക്കുമ്പോൾ അത് യഥാർത്ഥമായ അനുതാപം അനുവാചകരിൽ ഉളവാക്കും നിശ്ചയം. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭകളിൽ അനുതാപ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് 51 സങ്കീർത്തനമാണ്. എത്ര അർത്ഥവത്തായ വരികളാണ് ദാവീദ് തൻ്റെ അനുതാപത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇതാ അനുതാപ ഹൃദയത്തോടുകൂടെ പാടുന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന്. ഈ സങ്കീർത്തനം എൻ്റെ ധ്യാനത്തിന് ഒരിക്കൽ ഞാൻ വിഷയീഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്, എന്തുകൊണ്ടാണ് നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത്. അത് ചില ചിന്തകൾ ദയയെക്കുറിച്ച് എനിക്ക് നൽകുകയുണ്ടായി. ഈ ധ്യാനത്തിൽ ആ ദയയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കിടണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത? അല്പം കൂടെ ഈ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ദൈവത്തിൻ്റെ ദയ ഏതെല്ലാം തരത്തിലാണ് ദാവീദ് അനുഭവിച്ചത്? തീർച്ചയായും ദാവീദ് ദൈവത്തിൻ്റെ ദയയുടെ ആഴം അറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ അനുതാപം കൊണ്ട് വികാരഭരിതനായി തീർന്നപ്പോൾ അദ്ദേഹം നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചത്. ദയ, ദൈവത്തിൻ്റെ ദയ, അതിൻ്റെ പ്രത്യേകത എന്ത്? ഏതളവിലാണ്, ഏതർത്ഥത്തിലാണ് സ്വന്തം ജീവിത അനുഭവത്തിലൂടെ ദാവീദ് ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചത്? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്ന്, ആയിരിക്കുന്നത് പോലെ തന്നെ സ്വീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത. ഏത് വിധത്തിലാണോ ഒരു വ്യക്തി ആയിരിക്കുന്നത് അപ്രകാരം നമ്മെ സ്വീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദയ. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ ആകമാനമായി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തൻ്റെ സങ്കീർത്തനത്തിൽ ദയയെക്കുറിച്ച് ഒരുപാട് പ്രശംസിച്ച് പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അവൻ്റെ ദയയെക്കുറിച്ച് പാടും. 103 സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ ദീർഘക്ഷമയും
മഹാദയവുമുള്ള ദൈവമല്ലോ. ഇങ്ങനെയൊക്കെ പാടുവാനുള്ള കാരണം ആയിരിക്കുന്നത് പോലെ സ്വീകരിച്ച ദൈവത്തിൻ്റെ ദയ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. ശൗൽ രാജാവിൻ്റെ ദുർഭരണത്തിൽ ദൈവം ശൗലിനോട് അനിഷ്ടം തോന്നിയതിൻ്റെ ഫലമായി ദൈവം ഇതാ ഇസ്രായേലിന് വേണ്ടി ഒരു പുതിയ രാജാവിനെ വാഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. ബേത്ലഹേമിലോളം ചെന്ന് ഇശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവായി വാഴിക്കുവാൻ ഇതാ ശമൂവേൽ പ്രവാചകനെ ദൈവം കൽപ്പന നൽകുന്നു. ഇശായിയുടെ 7 മക്കളെയും ശമൂവേൽ പ്രവാചകന്റെ മുൻപാകെ ഇതാ ഈശായി കൊണ്ടുവന്ന് നിരത്തുകയാണ്. വളരെ ആകാര സൗഷ്ഠവമുള്ളവർ, എല്ലാ തരത്തിലും യോഗ്യന്മാരെന്ന് ഗണിക്കുന്ന പിതാവ് ഇശായി 7 മക്കളിൽ ആരെയെങ്കിലും ശമൂവേൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്യും എന്ന് കരുതി. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് അഭിഷേകം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ശമൂവേലിനെ ഇശായിയുടെ 7 മക്കളിൽ നിന്നും അനന്തരാവകാശിയായി ഒരു രാജാവിനെ നിയമിക്കുവാൻ അനുവാദം ലഭിച്ചില്ല. 7 മക്കളും ദൈവസന്നിധിയിൽ നിന്ന് രാജ്യത്വത്തിന് യോഗ്യരല്ല എന്ന് തള്ളിക്കളഞ്ഞപ്പോൾ ഇശായിയോട് ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് മക്കളുണ്ടോ? ഈശായി പറയുന്നു, എനിക്ക് ഒരു മകനുണ്ട്, എൻ്റെ ഇളയ മകൻ, അവൻ ആടുകളെ മേയ്ക്കുന്ന ജോലിയിലാണ് എന്ന്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 7 മക്കളെക്കാളും അയോഗ്യനായി ഒരു പക്ഷേ ദാവീദിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പിതാവായ ഈശായുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ ഈശായോട് പറയുന്നു, എങ്കിൽ അവനെ വിളിക്കുക, അവൻ യോഗ്യനെങ്കിൽ അവനെ അഭിഷേകം ചെയ്യാം എന്ന്. ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് ശമൂവേൽ പ്രവാചകന്റെ മുൻപിൽ എത്തിയ ദാവീദിനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, ഇവനെ അഭിഷേകം ചെയ്യുക എന്ന്. ഇതാ ഇടയ ബാലനായിരുന്ന ദാവീദിനെ ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ അഭിഷേകം ചെയ്യുന്നു. ദൈവസന്നിധിയിലേക്ക് അനുതാപത്തോടുകൂടെ അടുത്തു വരുമ്പോൾ ദാവീദിൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത അത് ഗതകാലത്തിലേക്ക് പായുകയാണ്. എന്താണെന്നറിയാമോ? അയോഗ്യനായിട്ടുള്ള, ഒട്ടും ശ്രേഷ്ഠതയില്ലാത്ത തന്നെ രാജ്യത്തിൻ്റെ രാജാവായി അഭിഷക്തനാക്കുവാൻ ഒരുങ്ങിയ ദൈവത്തിൻ്റെ ദയ അതെത്ര വലിയതാണ്. ഇവിടെ ദാവീദ് പരാമർശിക്കുന്നതും ദാവീദ് വ്യംഗ്യമായി അർത്ഥമാക്കുന്നതും തൻ്റെ ജീവിതത്തിൽ താനായിരിക്കുന്നത് പോലെ ദൈവം സ്വീകരിച്ച ആ മഹാദയയാണ്. അപ്രകാരമുള്ള ആ വലിയ അവസ്ഥ മനസ്സിൽ കുറിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ഏതൊരു ദയപ്രകാരം എന്നെ ഈ വലിയ സ്ഥാനത്തേക്ക് നീ ഉയർത്തിയോ ദൈവമേ, ആയിരിക്കുന്നത് പോലെ എന്നെ സ്വീകരിക്കുവാനുള്ള അവിടുത്തെ മനസ്സ്, അവിടുത്തെ ദയ പോലെ ഇതാ തിരുസന്നിധിയിൽ ഞാനിപ്പോൾ അഭയയാചന കഴിക്കുമ്പോൾ, അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൃപ എൻ്റെ മേൽ ഉണ്ടാകണമേ എന്ന്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ലിയോ ടോൾസ്റ്റോയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. ലിയോ ടോൾസ്റ്റോയ് ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഭിക്ഷയാചിച്ച് ജീവിച്ചിരുന്ന ഒരു ഭിക്ഷക്കാരൻ
ടോൾസ്റ്റോയുടെ അടുത്ത് വന്ന് ഭിക്ഷ ചോദിക്കുന്നു. ടോൾസ്റ്റോയ് തൻ്റെ പോക്കറ്റെല്ലാം തപ്പി നോക്കി. ഭിക്ഷക്കാരന് കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭിക്ഷക്കാരനോട് തൻ്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറയുകയാണ്. ടോൾസ്റ്റോയ് പറഞ്ഞു, നിനക്ക് നൽകുവാനായി എൻ്റെ പക്കൽ ഒന്നുമില്ല, സഹോദര എന്നോട് ക്ഷമിക്കണം എന്ന്. ഈ ഭിക്ഷക്കാരൻ വളരെ സന്തോഷത്തോടുകൂടെ സന്തോഷ ആധിക്യത്താൽ പൊട്ടിക്കരയുകയാണ് ലിയോ ടോൾസ്റ്റോയുടെ ഈ വരികൾ കേട്ടിട്ട്. ടോൾസ്റ്റോയ് ചോദിച്ചു, നീ എന്തിനാണ് ഇത്രമാത്രം വികാരഭരിതനായി തീർന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭിക്ഷയേക്കാൾ വലുത് അങ്ങിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചു, ഞാൻ തൃപ്തനാണ്. ലിയോ ടോൾസ്റ്റോയ് ചോദിച്ചു, എന്താണ് ഭിക്ഷയേക്കാൾ ശ്രേഷ്ഠമായി നിനക്ക് ലഭിച്ചത്? ഭിക്ഷക്കാരൻ പറഞ്ഞു, ജീവിതത്തിൽ ആരും എന്നെ ഇതുവരെ സഹോദര എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. താങ്കൾ കേവലം ഭിക്ഷക്കാരനായ എന്നെ സഹോദരനായി കണക്കാക്കി സ്നേഹവായ്പോടുകൂടെ എന്നെ സഹോദര എന്ന് വിളിച്ചു. എനിക്ക് മതി, ഞാൻ തൃപ്തനായി എന്ന് അദ്ദേഹം പ്രതിവചിച്ചു. നാം ആയിരിക്കുന്നത് പോലെ നമ്മെ സ്വീകരിക്കുന്ന വ്യക്തി നമ്മെ ഏറ്റവും കൂടുതൽ കരുതുന്ന, സ്നേഹിക്കുന്ന വ്യക്തിയാണ്, സംശയമില്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ എന്ന്. അതിൻ്റെ അർത്ഥം, പങ്കിലമായ എൻ്റെ ജീവിത അവസ്ഥയിൽ എന്നോട് മനസ്സലിവ് തോന്നി ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന്. ശ്രോതാക്കളെ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മുടെ യാതനകളെ നാം അറിയിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ, നമുക്കും ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപ ഉണ്ടാകണമേ എന്ന്. കാരണം നാം ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ സ്നേഹവാനായ പിതാവായ ദൈവം നമ്മെ സ്വീകരിക്കുവാനായി തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാവീദ് ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ ദയ തൻ്റെ ജീവിതത്തെ സ്പർശിക്കത്തക്ക വിധത്തിൽ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. നാം ഓരോരുത്തരും വ്യത്യസ്തമായ മനോനിലയിൽ, വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ഉള്ളവരായിരിക്കാം. ദൈവസന്നിധിയിലേക്ക് ദാവീദിനെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും അടുത്തു വരാം, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന്. കാരണം നാം ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവം നമ്മെ കൈക്കൊള്ളും, സംശയം ഇല്ല. 2, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ അനർഹമായത് നൽകുന്നതായിട്ടുള്ള ഒരു ദൈവത്തെയാണ് ദാവീദ് ഇവിടെ വ്യംഗ്യമായി പരാമർശിക്കുന്നത്. ഞാൻ പ്രാരംഭത്തിൽ പ്രസ്താവിച്ചതുപോലെ കേവലം ആട്ടിടയനായി മാത്രം ജീവിച്ച് പരിചയമുള്ള ദാവീദിനെ ഇതാ ആടുകളെ മേയ്ക്കുന്ന വയലിൽ നിന്ന് ഇസ്രയേലിൻ്റെ രാജ്യത്വത്തിലേക്ക്, രാജ്യം ഭരിക്കുവാനുള്ള ചങ്കോൽ നൽകി അഭിഷക്തനാക്കുന്ന ദൈവം. ആ ദൈവകൃപ ഓർക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, അനർഹമായത് നൽകുന്നതാണ് അവൻ്റെ ദയ എന്ന്. ഒരു കാര്യം ഇവിടെ വളരെ പ്രസ്താവ്യമാണ്. ദാവീദിന് ദൈവത്തിൻ്റെ കൃപകൾ അത് അനർഹമായി തോന്നി എന്നത് ഒരു വാസ്തവമാണ്. ഏത് വ്യക്തിക്കാണ് ദൈവസന്നിധിയിൽ ദയക്കായിട്ട് യാചിക്കുവാൻ കഴിയുക? ഏതൊരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ അനർഹമായ ദാനമെന്ന് ചിന്തിക്കുന്നുവോ ആ വ്യക്തിക്ക് മാത്രമാണ് ദൈവമേ എന്നോട് ദയുണ്ടാകണമേ
എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. മാന്യ ശ്രോതാക്കളെ, ജീവിതത്തിൽ ദൈവം എത്രയോ ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക മേഖലകളിൽ നാം അനുഭവിക്കുന്ന നന്മകൾ അനവധിയാണ്. പക്ഷേ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ അവൻ്റെ ദയയാൽ നമുക്ക് നൽകുന്ന കൃപയാണ് എന്ന് ചിന്തിക്കുവാൻ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയയാൽ നമുക്ക് നൽകുന്ന അനർഹമായ ദാനമാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുമോ? പലപ്പോഴും നാം അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് എന്തും നമ്മുടെ അവകാശമാണ്, നമുക്ക് ലഭിക്കേണ്ടതാണ്, നമുക്ക് അർഹിക്കുന്ന ഓഹരിയാണ് എന്ന് ചിന്തിച്ചു പോകുന്ന കുറവ് നമ്മിൽ ഇല്ലേ? ദാവീദ് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ദൈവം നൽകിയിട്ടുള്ള അനർഹമായ ദാനം എന്നാണ്. ധ്യാനത്തെക്കുറിച്ച് ഞാൻ അതിമനോഹരമായ ഒരു കൊച്ചു ചിത്രീകരണം വായിച്ചത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഇത്തരുണത്തിൽ ഞാൻ ഇവിടെ അത് പ്രസ്താവിക്കട്ടെ. ഒരു റെയിൽവേ ഗേറ്റിന് മുൻപിൽ എഴുതി വെച്ച വരികളാണ് ആ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. റെയിൽവേ ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ഗോ ഫോർവേഡ്. സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ഗോ ഫോർവേഡ്. ജീവിതത്തിൽ ഒരു നിമിഷം നിൽക്കുക, നോക്കുക, ഇനി ജീവിതം മുൻപോട്ട് നയിക്കുക. നാം ഇപ്പോൾ ധ്യാന നിരതരായിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിശ്ചലരായി നിശബ്ദരായി ഇരിക്കാം. എന്തിനു വേണ്ടി? പുറകിലേക്കും മുൻപിലേക്കും നോക്കുവാൻ. അങ്ങനെ ജീവിതത്തിൽ അതിവേഗതയോടുകൂടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ. എന്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ദൈവത്തിൻ്റെ ദാനമായി കണക്കാക്കുമ്പോഴാണ് ദാവീദിനെ പോലെ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ദൈവത്തിൻ്റെ ദയ അനർഹമായത്, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തത്, കനവ് കാണാത്തത് നൽകുന്ന സ്നേഹമായി കാണുവാൻ പ്രിയ പ്രേക്ഷകരെ നമുക്ക് ഇടയായി തീരട്ടെ. 3, ഈ ദയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പിതൃതുല്യം സ്നേഹം നൽകുന്നതാണ്. 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചറിഞ്ഞ് പാടുന്ന അതിമനോഹരമായ ഒരു ശകലമുണ്ട്, ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ ഉണ്ടാകുന്നു, കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് ദയ തോന്നുന്നത് പോലെ ഇവിടെ ദൈവം ഒരു പിതാവാണെന്നും ആ പിതാവിൻ്റെ ദയ, അനന്തമായ ദയ, സ്നേഹത്തിലോടുകൂടെ ഏത് സാഹചര്യങ്ങളിലും മക്കളെ എന്ന പോലെ സമീപിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ നിന്റെ മകന് തുല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ദയ നമുക്ക് പുത്രിത്വത്തിൻ്റെയും പുത്രത്വത്തിൻ്റെയും പദവി നൽകുന്നു എന്ന് അർത്ഥം. എത്ര ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്! നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം മക്കളെപ്പോലെ നമ്മെ കൈക്കൊള്ളുന്നു. ശ്രോതാക്കളിൽ അധിക പങ്കും മാതാപിതാക്കളാണെന്നും അല്ല, കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരുമാണ് എന്നതിന് സംശയമില്ല.
അങ്ങനെയെങ്കിൽ ഒരു മകൻ തെറ്റ് ചെയ്യുമ്പോൾ, പിഴവ് കാണിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് സമീപിക്കുക? എങ്ങനെയാണ് ആ കുറ്റത്തെ സമീപിക്കുക? ഒരു പക്ഷേ വളരെ ശക്തമായ നിലപാട് ചില തെറ്റുകൾക്കെതിരെ എടുക്കേണ്ടി വരും. എന്നാൽ തന്നെയും തെറ്റുകൾക്ക് ശിക്ഷ നൽകി തിരുത്തൽ നൽകുമ്പോൾ തന്നെ അത് മകനാണ് എന്ന ചിന്ത പിതാവിൻ്റെ ഹൃദയത്തെ ഭരിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. മാതാപിതാക്കൾ നമ്മെ ശിക്ഷിച്ചപ്പോൾ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശിക്ഷയ്ക്ക് അപ്പുറമായി ഒരു സ്നേഹം, ഒരു വാത്സല്യം, ഒരു കരുതൽ പിതാവിന് മക്കളോടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എത്രയോ മക്കൾ സാക്ഷിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ എത്തി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഉന്നത സ്ഥാനികളായിത്തീരുമ്പോൾ അവർ പറയും, എൻ്റെ കുടുംബാന്തരീക്ഷം, പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളുടെ ശിക്ഷണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നു എന്ന്. ദാവീദ് ഇവിടെ പറയുകയാണ്, നിന്റെ സന്നിധിയിലേക്ക് മകനെ പോലെ ഇതാ, തെറ്റ് ചെയ്ത മകനെ പോലെ ഇതാ ഞാൻ അടുത്തു വരുന്നു. നിന്റെ ദയാവായ്പോടുകൂടെ, നിന്റെ സ്നേഹത്തോടുകൂടെ എന്നെ കണക്കാക്കണമേ, എന്നെ പരിഗണിക്കണമേ എന്ന്. ദാവീദ് ആ പുത്രത്വത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച വ്യക്തിയാണ്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ പലരും പലതരത്തിലുള്ള വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ മനസ്സിൽ തോന്നിയിരിക്കാം, ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്ന്. എന്നാൽ ദാവീദിൻ്റെ ഈ പ്രാരംഭ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ ദയ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദയാവായ്പോടുകൂടെ പിതാവിനെ പോലെ നമ്മോട് ഇടപെടുന്ന ഒന്നാണ്. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം, തെറ്റ് ചെയ്തു പോയെങ്കിൽ, കുറവ് വന്നു പോയെങ്കിൽ ക്ഷമിക്കണം, മകനെപ്പോലെ മകളെപ്പോലെ എന്ന്. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മക്കളെപ്പോലെ എല്ലായ്പ്പോഴും നമ്മെ സമീപിക്കുന്ന, നമ്മെ കരുതുന്ന ഒന്നാണ് എന്നത്രേ. മറ്റൊരു കാര്യം ഇവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ ദയ വളരെ വളരെ ആഴമുള്ളതാണ്. അത് ഒരിക്കലും നമ്മോട് തീർന്നു പോകുന്നതല്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും പൗരസ്ത്യ ആരാധനകളിൽ പലതവണ കുറിയേലായിസോൻ എന്ന ചെറിയ പ്രാർത്ഥന ജനം ഒരുമിച്ച് ഉരുവിടുന്നത്. ഞാൻ പറയും, കുറിയേലായിസോൻ എന്ന പ്രാർത്ഥന ചെറിയ ഒരു വാക്ക് മാത്രമാണ് എങ്കിൽ തന്നെയും അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം വളരെ വളരെ വലുതാണ്. എന്താണ് അതർത്ഥമാക്കുന്നത്? ദൈവമേ, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥന! അതിൻ്റെ കാരണം എന്താണെന്നല്ലേ? ദൈവത്തിൻ്റെ ദയ അത് ദീർഘമായിട്ടുള്ളതും ഒരിക്കലും തീർന്നു പോകാത്തതാണ്. എപ്പോഴെല്ലാം കുറിയേലായിസോൻ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവോ, എന്നോട് ദയ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവോ, അത് അപ്രകാരം പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ചൊരിയുന്നതായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ആത്മാർത്ഥമായി കുറിയേലായിസോൻ, ദൈവമേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി കഴിയുമോ? മറ്റൊരു സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഈ തീർന്നു പോകാത്ത ആഴമുള്ള ദൈർഘ്യമുള്ള ദയയെക്കുറിച്ച് പറയുന്നത്, അവൻ്റെ ദയ ആകാശത്തോളവും അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ എന്നാണ്. ആകാശത്തോളം ആഴവും പരപ്പും മേഘങ്ങളോളം ദൈർഘ്യവുമുള്ള ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം ആജീവനാന്തം അനുഭവിപ്പാൻ പോന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏതവസ്ഥയിലും ഏത് ജീവിത സാഹചര്യത്തിലും ദീർഘമായ ദയ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും.
ഞാൻ പറയും, അതുകൊണ്ട് തന്നെയാണ് ദാവീദ് തൻ്റെ പ്രാർത്ഥനകളിലും സങ്കീർത്തനങ്ങളിലും ഞാൻ അവൻ്റെ ദയയെക്കുറിച്ച് പാടും എന്ന് വിശേഷിപ്പിച്ചത് എന്നതിന് യാതൊരു സംശയവുമില്ല. അവസാനമായി, ദൈവത്തിൻ്റെ ദയ നമ്മോട് ക്ഷമിക്കുന്നതാണ്. നമ്മുടെ കുറവുകളെ നമ്മോട് ക്ഷമിക്കുന്നതാണ്, പരിധിയില്ലാതെ ക്ഷമിക്കുന്നതാണ്. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും, പ്രത്യേകിച്ച് നാഥാൻ പ്രവാചകൻ തന്നെ ഓർമ്മിപ്പിച്ച ജീവിതത്തിൻ്റെ പിഴവ്, ആ കുറ്റബോധത്തിൽ നിന്ന്, ആ പാപത്തിൻ്റെ പരിണിത ഫലത്തിൽ നിന്ന് എന്നോട് ക്ഷമിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. കുറ്റബോധം മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നതാണ്. അത് ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നതാണ്. ജീവിതത്തിൽ ഇനി സൽഭാവിയില്ല എന്ന് നമ്മെ കൂടെ കൂടെ കുത്തി ഓർമ്മിപ്പിക്കുന്നതാണ് കുറ്റബോധം. അതുകൊണ്ടല്ലേ കുറ്റബോധത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ഇന്ന് അനേകർ കഴിയുന്നത്? ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ദയ കുറ്റബോധത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായി വിമുക്തമാക്കുന്നതാണ്. പാപത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായി കരകയറ്റുന്നതാണ്. എന്താണ് ആവശ്യമായിട്ടുള്ളത്? മഹാദയാലുവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറയുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ അവൻ്റെ ദയ, അവൻ്റെ കരുണ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് നമ്മെ കുറ്റബോധത്തിൽ നിന്ന് കുറ്റവിമുക്തരാക്കുവാൻ അത് സഹായിക്കും. നമുക്ക് ദാവീദിനോട് ചേർന്ന് ഈ പ്രാർത്ഥന ആവർത്തിക്കാം. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. പാട്ടുകാരൻ പാടിയ അർത്ഥവത്തായ ഗാനം ഒരിക്കൽ കൂടെ ഇവിടെ പാടി ഓർമ്മപ്പെടുത്തട്ടെ. ദൈവമേ, നിൻ്റെ മനസ്സലിയണമേ, ബഹുലമായ നിൻ കരുണയാലൻ കുറവുകൾ ക്ഷമിക്കൂ. ദൈവമേ, നിൻ്റെ മനസ്സലിയണമേ, ബഹുലമായ നിൻ കരുണയാലൻ കുറവുകൾ ക്ഷമിക്കൂ. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.